നമസ്കാരം. അങ്ങനെ എൻ്റെ അടുത്ത വീഡിയോ ഞാൻ ഓപ്പൺ ആക്കിയേക്കാണ്. അങ്ങനെ ഊബർ ആപ്പ് ഓണാക്കി. അപ്പം ഓണാക്കി ഉടനെ ഒരു ഓട്ടം കിട്ടി. അപ്പം ഞാൻ അവരെ എടുക്കാൻ വേണ്ടി പോവുകയാണ്. 7.7 കിലോമീറ്ററാണ് അവരെ പോയി പിക്ക് ചെയ്യേണ്ടത്. സാറിന് രാവിലെ അങ്ങനെ ആരും അങ്ങനെ അധികം വെയിറ്റ് ചെയ്യത്തില്ല. അവർ പക്ഷേ ചിലപ്പോൾ ക്യാൻസൽ ചെയ്തിട്ട് അവർ അടുത്ത ഊബർ മീൻസ് അടുത്ത ഊബർ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് പിക്ക് ചെയ്യും. രാവിലെ സാറിന് കാണുന്നൊരു കാഴ്ചയാണ്. തിരക്കുണ്ടായതുകൊണ്ട്, അതായത് അവർക്ക് എല്ലാവർക്കും രാവിലെ സമയത്ത് അവരുടെ ജോലിക്ക് അല്ലെങ്കിൽ അവരുടെ എത്തേണ്ട സ്ഥലത്ത് എത്തിച്ചേർന്നില്ല. അപ്പം ചിലർ മാക്സിമം 90% ആൾക്കാരും വെയിറ്റ് ചെയ്യും, പക്ഷേ ചിലർ വെയിറ്റ് ചെയ്യത്തില്ല. പിന്നെ ഇത് കാങ്കുരു ഫ്ലാറ്റ് എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഓട്ടം കിട്ടിയേക്കുന്നത്. ഇവിടെ രാവിലെ തിരക്കായിട്ട് ചിലപ്പം ഇച്ചിരി ലേറ്റ് ആവാൻ ചാൻസ് ഉണ്ട്. എന്തായാലും അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നമുക്ക് പെഡസ്ട്രിയൻ ലൈനെ കാണാം. പെഡസ്ട്രിയൻ ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ പെഡസ്ട്രിയൻകാർക്ക് പോയതിന് ശേഷമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. പെഡസ്ട്രിയൻ ലൈൻ ഉണ്ടെങ്കിൽ നമ്മളവിടെ അവർക്ക് വേണ്ടി വണ്ടി നിർത്തി കൊടുത്തേ പറ്റത്തുള്ളൂ. എത്ര തിരക്കേറിയ സ്ഥലമായാലും തിരക്കില്ലേലും ഇവിടെ മുൻഗണന അവർക്കാണുള്ളത്. ഇതാണ് നമ്മുടെ ബെൻഡിഗോയിലെ മെയിൻ സിറ്റി. ഇവിടെ നിന്നാണ് പലയിടത്തോട്ടും പോകാനുള്ള വഴി വേർതിരിച്ച് അവർ വിടുന്നത്. ബെൻഡിഗോയിലെ മെയിൻ സിറ്റിയായിട്ട് ഈ ഭാഗമായിട്ട് വരും. ഇവിടെ നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. ഇവിടെ സാധാരണ സിഗ്നൽ നമ്മുടെ നോർമലായിട്ടുള്ള സിഗ്നലല്ല, ഒരു സിഗ്നൽ എക്സ്ട്രായും കൂടെ ഉണ്ട്. അപ്പം ഫുള്ള് പച്ച കത്തിയാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇവിടെ നമ്മൾ സിഗ്നലിട്ട് കയറുകയാണെങ്കിൽ അവർ നമ്മൾ ബാക്കിൽ നിന്ന് വരുന്നവർ നമുക്ക് ഉടനെ വണ്ടി സ്ലോ ചെയ്ത് തരും. നമുക്ക് കയറി പോകണമെങ്കിൽ അങ്ങനെ ഒരുപാട് പ്ലസ് പോയിന്റ് നമുക്ക് കാണാൻ പറ്റും. അല്ലാതെ ഞാൻ പോയിട്ട് അവൻ കയറിയാൽ മതി എന്നുള്ള മൈൻഡ് സെറ്റ് ഇവിടെ ഇല്ല. അപ്പോൾ ആരായാലും ഏത് വണ്ടി അടിച്ചപ്പോൾ ചെറിയ വണ്ടി ആയാലും വലിയ വണ്ടി ആയാലും നമ്മൾ ജസ്റ്റ് സിഗ്നൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ നമ്മൾ വിട്ടതിന് ശേഷമേ അവർ പോകത്തുള്ളൂ. രാവിലെയാണ്ട് തിരക്കുള്ള ഭാഗമാണ് ഈ ബെൻഡിഗോ എന്ന് പറയുന്ന ഈ സിറ്റി സൈഡ്. ഈ ഭാഗത്തൊക്കെ നമ്മൾ 40 പോകാൻ പറ്റത്തുള്ളൂ, 40 സ്പീഡിലേ പോകാൻ പറ്റത്തുള്ളൂ, അതിൽ കൂടുതൽ പോകാൻ പറ്റത്തില്ല. വൺ ലൈൻ ആയതുകൊണ്ട് അപ്പം വണ്ടികൾക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ വണ്ടി നിർത്തി കൊടുത്തേ പറ്റത്തുള്ളൂ, എന്നാലേ അവർക്ക് പാർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതൊരു റൗണ്ട് അബൌട്ടാണ്. ഇതും റൗണ്ട് അബൌട്ടുകളാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ വഴികൾ പെട്ടെന്ന് നമ്മൾ ഏത് റൂട്ടിലേക്ക് പോകാനുള്ള ആൾക്കാരാണെന്ന് അതനുസരിച്ച് അവർ നമുക്ക് വഴി കാണിച്ച് പെട്ടെന്ന് ഇതാക്കി തരുന്നത്. അതൊരു നല്ലൊരു ഇതാണ്. വേറെ റോട്ടിൽ കയറി അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. നമുക്ക് അടുത്ത റൗണ്ട് അബൌട്ട് കിട്ടിയിരിക്കുകയാണ്. ഇതും ഒരു 4 എക്സിറ്റ് ഉള്ള റൗണ്ട് അബൌട്ടാണ്. ഇതൊരു 2.5 കിലോമീറ്റർ ഉണ്ട് കസ്റ്റമർ എടുക്കാൻ. അപ്പം രാവിലെ സിഗ്നലും തിരക്കൊക്കെ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പെട്ടെന്ന് പോയി പിക്ക് ചെയ്യാൻ പറ്റത്തില്ല.
അത് അവർക്ക് കസ്റ്റമറിനും അറിയാം രാവിലെ തിരക്കാണെന്നുള്ളൊരു അവർക്കും അറിയാവുന്നത്. അവർ മാക്സിമം അവർ വെയിറ്റ് ചെയ്യും. പിന്നെ ഒരു ലിമിറ്റഡ് ടൈം കഴിഞ്ഞാൽ അവർ ക്യാൻസൽ ചെയ്യും. അത് ഒരു ഓപ്ഷനാണ്. അപ്പോൾ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ അവർ ക്യാൻസൽ ചെയ്യും. ഇവിടെ സിഗ്നലാണ്, അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്യണം. അപ്പം വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇത് മെയിൻ റോഡ് നമുക്ക് 60 km പോകാം. നോർമൽ സ്പീഡാണ് ഇവിടുത്തെ. ഈ റോഡ് കഴിഞ്ഞ് മെയിൻ ഉള്ളിലോട്ട് പോകുമ്പോൾ പിന്നെ ഈ 70 km, പിന്നെ 80, 100, 110 ആ ഒരു സ്പീഡിൽ ആണ് ഇവിടുത്തെ സ്പീഡുള്ളത്. ഇവിടെ കൂടുതലും സിഗ്നൽസാണ്. വെയിറ്റ് ചെയ്യുക, അടുത്ത സിഗ്നൽ വന്നു, അപ്പം വെയിറ്റ് ചെയ്യുക. കസ്റ്റമറിന് 2.3 കിലോമീറ്റർ ഉണ്ട്. ഇനി കസ്റ്റമർ എത്താറായി. കസ്റ്റമർ ഇതെല്ലാം മാപ്പിൽ നമ്മളെല്ലാം കാണിക്കും. ഈ യൂബർ മാപ്പിനകത്ത് തന്നെ അവരവിടെ നിൽക്കുന്ന എവിടെ, അവരുടെ ഡെസ്റ്റിനേഷൻ ഏതാ, അല്ലെങ്കിൽ അവരുടെ ഒരു നമ്പർ കാണും. ആ നമ്പറായിരിക്കും അവരുടെ ഡെസ്റ്റിനേഷൻ. ആ നമ്പറിലായിരിക്കും നമ്മുടെ ഊബർ ആപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആപ്പ് നാവിഗേഷൻ കാണിച്ച് അവിടെ എത്തിക്കുന്നത്. അപ്പം കസ്റ്റമർ ഏകദേശം അടുത്ത് 500 മീറ്റർ അങ്ങാണ്ടേ ഉള്ളൂ. അപ്പം ഞാനവരെ പിക്ക് ചെയ്തിട്ട് അത് എങ്ങോട്ടാണ് ഇനി പോകുന്നതെന്ന് നമുക്കറിയാൻ പറ്റത്തില്ല. അവർ നമ്മുടെ ആപ്പിനകത്ത് ഓണാക്കിയതിന് ശേഷം എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഓണാക്കിയതിന് ശേഷം നമുക്കറിയാൻ പറ്റത്തുള്ളൂ. രാവിലെ ആദ്യത്തെ ഓട്ടോ ആണ്. ചില സമയത്ത് നമ്മൾ വെയിറ്റ് ചെയ്യണം, ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. ചില സമയത്ത് പെട്ടെന്ന് കിട്ടും. അപ്പോൾ എന്തായാലും ഇന്ന് പെട്ടെന്ന് ഓണാക്കി ജസ്റ്റ് 2-3 മിനിറ്റിനുള്ളിൽ ഒരു ഓട്ടം കിട്ടിയതാണ് ഫസ്റ്റത്തെ ഓട്ടം. അപ്പം ഞാൻ അവരെ പോയി പിക്ക് ചെയ്തിട്ട് അപ്പം ഞാൻ അവരുടെ ആയി. നമ്മളിനി അവരെ പിക്ക് ചെയ്തിട്ട് എവിടെ നിന്ന് പ്രോപ്പറായിട്ട് കണ്ടുപിടിക്കട്ടെ. ഓക്കെ, താങ്ക് യു.